ഹായ് ഹലോ ഹായ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു ഡാമായ നെയ്യാർ ഡാമിന്റെ കാഴ്ചകൾ കാണാനായിട്ടാണ്. അതെ, ഇത് കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അല്ലേ? ഇവിടെ വരാനായിട്ട് നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് കിഴക്കോട്ട് നിന്നൊക്കെ ബസ്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. എപ്പോഴും ബസ്സുകൾ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. ഡാമിന്റെ എൻട്രൻസിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ ഇരുന്ന് ആദ്യം ബസ് എപ്പോഴും വരും. ഈ സോപ്പ് നമ്മളിതാ ഡാമിന്റെ അകത്തേക്ക് കയറി ഇന്നോടെ പോയി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൗണ്ടർ പോയിട്ട് റേറ്റ് എങ്ങനെയാന്നൊക്കെ നോക്കിയിട്ട് പറയാം. അങ്ങനെ നമ്മൾ ഡാമിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഇവിടെ. അങ്ങനെ നമ്മളിതാ 2 ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഒരു നമ്മളെ നമസ്കാരം ചെയ്തുകൊണ്ട് ഒരു പ്രതിമ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ് കാണാനായിട്ട്. ഇനി അങ്ങോട്ടാണ് ബാക്കി കാഴ്ചകളൊക്കെ കിടക്കുന്നത്. അതെ, എല്ലാ കാഴ്ചകളും നമ്മൾ വിശദീകരിച്ച് അടിപൊളിയായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇവിടെ അകത്ത് വന്നിട്ട് കോഫി ഹൗസ് ആണ്. ഇപ്പം പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പം വർക്കിംഗ് അല്ല. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. കേസ് ഇവിടെ വരുന്നവർക്ക് ഫ്രഷ് ആക്കാനായിട്ട് ബാത്റൂമും കുളിമുറി എല്ലാം ഉണ്ട്. ടോയ്ലറ്റ് രാജാറാം എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ഇതൊക്കെ. അവിടെ ഒരു സ്റ്റാച്ചു ഇതായിരിക്കുന്നത്. തോക്കൊക്കെ പിടിച്ചു. തോക്കാണോ? അല്ല, ഇത് മറ്റേ കളർ കമ്പം വെച്ചോണ്ട് ഓടോല്ലേ അതിന്റെ അത്ലറ്റിക്സ്. ഇവിടെ പിന്നെ ഒരു നെയ്യാർ ഡാമിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ ഇറിഗേഷൻ വകുപ്പിനും കുടുംബശ്രീയും പെരുങ്കുള വാർഡിനും നൽകുന്ന ഓണ സമ്മാനമാണിത്. നമ്മൾ ഈ കാണുന്നത് അത് അപ്പോഴെപ്പോഴും കൊണ്ടുവച്ചതാണ്. ഒരു തകർന്ന വെള്ളമാണ്. ഓണം ആ ടൈമിൽ കൊണ്ടുവച്ചപ്പോ അടിപൊളിയായിരുന്നിരിക്കും. പിന്നെ ഒരു വെള്ളച്ചാട്ടം കൊണ്ട് സ്ത്രീയുടെ കുടത്തിൽ നിന്നും വെള്ളം ചാടുന്ന വിധത്തിലാണ് അത് അവര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിനകത്ത് മീനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് മീനെ കൊണ്ടാ നോക്കിട്ട് വരാം. കുടത്തിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അത് തീരുന്നില്ല. അക്ഷയപാത്രമാണ് ആ കൈയിരിക്കുന്ന കുടം. മീനൊന്നുമില്ല. മീനക്കാര് പിടിച്ചുകൊണ്ട് വെക്കാണ്. ഇവിടെ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. പക്ഷെ ഇപ്പൊ അതെന്തോ വർക്കിംഗ് അല്ല. വേനൽ സമയമായിട്ടായിരിക്കും. മഴ സമയത്ത് തുറക്കും. മഴ സമയത്താണ് സ്വിമ്മിംഗ് പൂൾ തുറക്കേണ്ടത്. വേനൽ സമയത്തല്ല തുറക്കേണ്ടത്. എനിക്ക് ഇന്ന് അവധിയായിരിക്കും. ഒരുപാട് ഇന്നിപ്പോ ഇവിടെ അധികം മാളില്ല. വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കും. അല്ലാത്ത ദിവസമൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നതാണ്. ഒരുപാട് ഫാമിലിക്കും പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ വന്നിരുന്ന അല്ലേ? സത്യം പറഞ്ഞാൽ വേനൽ അവധിക്കാലത്താണ് ഓരോ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും നിറയെ ആൾക്കാരൊക്കെ വരുന്നത്. പക്ഷേ സ്വിമ്മിംഗ് പൂള് നമ്മളെ കാണിച്ചു തരും. സ്വിമ്മിംഗ് പൂള് വെള്ളമില്ല, വെള്ളമുണ്ട്. ഇതാണ് സ്വിമ്മിംഗ് പൂള്. വെള്ളമൊക്കെ അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. ഇന്ന് ഓപ്പൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ആരും ഇന്ന് കുളിക്കാനായിട്ട് അധികം വന്നിട്ടില്ല. ഇതാണ് നെയ്യാർ ഡാമിന്റെ ഒരു ഡാം. ഷട്ടറൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചത്. ഇവിടെ സ്വിമ്മിംഗ് പൂളിന്റെ മതിലിൽ കുറെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ കുറെ കലാകാരന്മാർ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. കാണാനായിട്ട് നല്ല രസമാണ്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഒരുപാട് പടങ്ങൾ അവിടെ വരച്ചു. ഹരികുമാർ. ഇതൊരു വള്ളത്തിൽ വരുന്ന ഒരു ആളുടെ ഒരു ചിത്രം. കാണാനായിട്ട് ഭയങ്കര രസം. പ്രശാന്ത് പ്രണവ്. കൊള്ളാൻ നല്ല രസമുണ്ട്. ഒരു ആർട്ട് ഗാലറി തന്നെ അവരിവിടെ ചെറിയ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രകൃതി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. മനോഹരമായിട്ടുള്ള പിക്ചേഴ്സ് അല്ലേ? പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചിത്രങ്ങൾ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതെ, കടുത്ത വേനലാണ് അല്ലേ ശ്രീരാജ്? ഡാമില് ഒരു തുള്ളി വെള്ളമില്ല. കാണുമ്പോ തന്നെ ഒരു വിഷമം. അധികം വെള്ളം വളരെ കുറവാണ്. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരുപാട് വെള്ളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ വേനലായതുകൊണ്ട് വേനലിന്റെ കൊടും ഭീകരതയിൽ വെള്ളം അധികമില്ല. പിന്നെ വന്ന് എൻജോയ് ചെയ്യാനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു പാലമൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഗേസ്, അപ്പോൾ നമ്മൾ ഡാമിന്റെ മുകളിലുള്ള പാലത്തിൽ കൂട്ടിയാണ് നടക്കണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇടത്തോട്ടൊരു വഴിയുണ്ട്. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിലാണ് പോവേണ്ടത്. ദിസ് വേ. ഇവിടെ മനോഹരമായിട്ടുള്ള കുറെ ഇരിപ്പിടങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വേനലായതുകൊണ്ട് എല്ലാം വാടി കരിഞ്ഞൊക്കെ നിൽക്കപ്പെട്ടു. മുമ്പ് കണിക്കൊന്ന് പൂത്തിക്ക് നോക്കും. വിഷുവിന് മുമ്പേ പൂക്കും. വിഷുസമയമാകുമ്പോഴത്തേക്കും ഒരു 1.5 മാസം മുമ്പേ പൂക്കും. വിഷുസമയമാകുമ്പോൾ ഒന്നും കാണില്ല. കാണും. സമയം ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് അവർ ചെയ്തിട്ടുണ്ട്. നിറച്ച് കണക്കൊന്നിക്കണല്ലേ ഇഷ്ടം പോലെ. അപ്പൊ നമ്മളിതാ തമ്മിലെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അതിന്റെ ടോപ്പിൽ കയറാം.
ഉണ്ടോ അവിടെ കൂടെ ഒരു വഴിയുണ്ട്, അതിലാണ് കയറേണ്ടത്. കയറിയിട്ട് മുകളിൽ നിന്നുള്ളൊരു വിഷ്വലൊക്കെ നമ്മൾ കാണിച്ചത്. അതെ, ഇതാണ് നമ്മൾ ആ ഡാമിന്റെ സൈഡിൽ നിന്ന് കാണുന്ന ഒരു മനോഹര കാഴ്ച. ഇവിടെയും ഒരു കണിക്കൊന്ന മരമുണ്ട്, ഇഷ്ടം പോലെ പൂത്തിക്കാണ്, ഒരുപാടുണ്ട് പൂത്ത്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇനി ഈ സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറാം. വരും. ഇവിടെ ഡാമിന്റെ താഴെ കൂടെ ഒരു വെള്ളം വരുന്ന ഒരു മനോഹര കാഴ്ചയാണിത്. കണ്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത്യാവശ്യം വെള്ളമുണ്ട്, പക്ഷെ വെള്ളം ഭയങ്കര നാറ്റം. ഈ നമ്മളെ വെള്ളത്തിന്റെ സൗണ്ടില് വോയിസ് ക്ലിയർ ആയി കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് വരെ പോവാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മനോഹരമായ വ്യൂ ആണ് രണ്ട് സൈഡ്. വെള്ളം വരുന്ന ഡാമിന്റെ വെള്ളം വരുന്നതും വഴി പോകുന്നതൊക്കെ കാണാൻ ഭയങ്കര ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര നാറ്റമാണ്. നമുക്ക് ഇനി ഈ പടി സ്റ്റെപ്പ് കയറി ടോപ്പിൽ പോവാം. അവിടെ ഒരു ബിയർ പാർലറും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. നമ്മൾ ആ സ്റ്റെപ്പ് ഇവിടെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം അവര് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പോണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോ വരവേൽക്കാനായിട്ട് വെള്ളപ്പൂക്കളുള്ള നല്ല ചെടി നിപ്പുണ്ട്. ഇത് പേരറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് അല്ലേ? നമുക്ക് വിളിക്കണം. ഇതാണ് ഡാമിന്റെ വിദൂരതയിൽ കാണുന്ന ഒരു മനോഹര കാഴ്ച. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഡാമിന്റെ മുൻവശം നമുക്ക് പൂർണ്ണമായിട്ടും കാണാൻ പറ്റും. ബാക്കി കാഴ്ച നമുക്ക് ടോപ്പിൽ എത്തിയിട്ട് കാണിച്ചു. നമ്മളിതാ മുകളില് രണ്ട് സൈഡിൽ കൂടെയും കയറാം. നമ്മൾ ഈ വലത് സൈഡിൽ കൂടെയാണ് കയറി വരുന്നത്, അപ്പുറത്തെ സൈഡും കൂടെ കയറാം. നമ്മളതാ കയറി വന്നു. ഇവിടെയാണ് ബിയർ പാർലറും കാറ്റഡിസ് ചെയ്ത റെസ്റ്റോറന്റ് ഒക്കെ ഉള്ളത്. ഇവിടെ രണ്ട് സൈഡില് ബോട്ട് ക്ലബ്ബ് ഒക്കെ അങ്ങോട്ടാണ്. നമ്മൾ ആദ്യം ഡാമിന്റെ മോൾഫാവൊക്കെ അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതാണ് ഡാമിൽ കയറുന്ന എൻട്രി, ഡാമിന്റെ പാലത്തിലേക്ക് കയറുന്ന എൻട്രി. വാഹനമൊന്നും കയറിക്കൂടാ. അങ്ങനെ നമ്മൾ ആ ഡാമിന്റെ ടോപ്പിലെത്തി. വെള്ളം അത്യാവശ്യം, ഇവിടെ ഡാമിൽ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലേ. അവിടെയാണ് ലൈഫ് അതിന്റെ പേരെന്താ, ലൈൻ സഫാരി പാർക്ക്. അവിടെ ഇപ്പൊ ലൈനൊന്നും ഇല്ല, ഒന്നായിട്ടേ ഉള്ളൂ തോന്നുന്നു. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് സിംഹത്തിനെ കാണാം. ഒരു വണ്ടി ഉണ്ട്, അവർ കൊണ്ടുപോയി കാണിച്ചു തരും. ഏതാണ്ട് ഇപ്പുറത്ത് മലയാണ്. മലയുടെ പേരെന്തോന്നു അറിഞ്ഞൂടാ. അവിടെ ചെറിയ റെസ്റ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്, പാർക്ക് പോലെ. അപ്പൊ അവിടെ ചെന്ന് വൈകുന്നേരം ഒക്കെ ഇരിക്കാനായിട്ടൊക്കെ ഭയങ്കര രസമായിരിക്കും, തണലൊക്കെ ആയിരിക്കും. കാണാൻ നല്ല രസമാണ് ഡാമിന്റെ ആ ഒരു റോഡ് കാണാനായിട്ട്. അതുകൊണ്ട് ഇതാണ് ഡാമിന്റെ ആ ഒരു ഷട്ടർ തുറക്കുന്ന സെറ്റപ്പ്, അടയ്ക്കുന്ന ആ ഒരു സെറ്റപ്പ്. അതിന്റെ ഒക്കെ ആ ഒരു എഞ്ചിന്റെ ഇത് നോക്ക്, എഞ്ചിന്റെ ചങ്ങല നമ്മുടെ ബൈക്കിലൊക്കെ വരുന്ന പോലത്തെ ആ ഒരു ചങ്ങലയാണ്. അതിന്റെ ഒരു 50 ഇരട്ടി 100 ഇരട്ടി വലിപ്പം കാണും. ഇതാണ് നമ്മുടെ ഡാമിന്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ആ വെള്ളം പോകുന്നത് കാണാനായിട്ട് എന്ത് രസമല്ലേ, അടിപൊളിയല്ലേ കാണാനായിട്ട്. എന്ത് രസമല്ലേ, വെള്ളം ഇങ്ങനെ പരന്ന് കിടക്കണം, നിറയെ വെള്ളമുണ്ട്. അതുകൊണ്ട് ഇതിനപ്പുറമാണ് ലൈൻ സഫാരി പാർക്ക്. ഇപ്പൊ ബോട്ടിംഗ് ഒന്നും ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഇല്ലെന്ന് ബോട്ടിംഗ്, ആള് കാണൂല. വേനലും ചൂട് ആയിരിക്കും അല്ലേ. ഈ നെയ്യാർ ഡാമിന്റെ സൈഡ് വശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെയൊക്കെ പണ്ട് മുതല ആക്രമിച്ചായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ശ്രീരാജ്? കേട്ടിട്ടുണ്ട്, പണ്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന ഡാമിനകത്ത് ഇങ്ങനെ സുന്ദരമായിട്ട് കിഴക്കുന്നെങ്കിൽ ഇതിനകത്ത് മുതല, ചീങ്കണ്ണി പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്, വലിയ മീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര അപകടം പിടിച്ച ഒരു ശാന്തതയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ നമ്മളിവിടെ നിന്ന് ഈ ചെറുതായിട്ട് അവിടെ ദൂരെ കാണുന്നത് പൊന്മുടിയാണ്. പൊന്മുടിയുടെ ടോപ്പാണ്. ഇവിടെ നിന്ന് ഇത് ക്ലിയർ ആ കാണാൻ പറ്റത്തില്ല. പൊന്മുടിയുടെ ടോപ്പാണ്. അവിടെ ഒരു മേഘം ഇങ്ങനെ മൂടി കിടക്കുകയാണ്. നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഇവിടെയും മേഘം മൂടി കിടക്കുകയാണ് അല്ലേ. ചെറിയ മഴയുടെ സാധ്യതയുണ്ട്. നല്ല ചൂടുണ്ടല്ലേ, ചെറിയ വേർത്ത് കുറെ ചൂട് ദിവസത്തിന് ശേഷം അതെ നല്ലൊരു മഴക്കാലം വരുന്നു. അതെ, ഇവിടെ ഈ നോ എൻട്രി എന്ന് എഴുതി വെച്ചേക്കാണ്. ഇപ്പൊ ഇവിടെ നോ എൻട്രി ഉണ്ട്, പക്ഷെ ഇവിടെ മുന്നേ നമുക്ക് ഇതുവഴി താഴേക്ക് ഇറങ്ങാം. ഈ ഡാമിന്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴിയാണ്. ഇപ്പൊ എന്തോ ബലക്ഷയോ അങ്ങനെ ഉണ്ട്, അതാ അവർ നിരോധിച്ചിരിക്കുകയാണ്. മുമ്പ് പണ്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം ഇപ്പൊ ലോക്ക് കാണാം. ഇവിടെ ഈ ഡാമിന്റെ ടോപ്പിൽ നമ്മളിങ്ങനെ നടന്നു വരുമ്പം അവിടെ ഒരു അമ്പലവും അതിനടുത്ത് ഒരു വലിയൊരു ആൽമരം കാണാം. അതിന്റെ അടുത്ത് ഒരു ചെറിയൊരു ആനയുടെ ഒരു
കൊമ്പനാനയുടെ ഒരു ഇത് നമ്മളെല്ലാം അങ്ങോട്ട് പോയിട്ട് വിശദമായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ പറഞ്ഞ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം അല്ലേ? അതിന്റെ അടുത്താണ് കണ്ട ഈ ആൽമരം. അതിന്റെ താഴെ ഒരു കൊമ്പനാന ഉണ്ട്, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ ആ പാലത്തിന്റെ അവിടെ നിന്ന് നടന്ന് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ വന്ന് കാറ്റ് കൊള്ളാനും ചുമ്മാ ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ്. ഒരുപാട് ആൾക്കാർക്കൊക്കെ വന്നിരിക്കാൻ വേണ്ടി സൈഡിൽ കൂടെ കിടക്കുന്ന വഴിയിലൂടെ നടന്ന് മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു അടിപൊളി റോഡുണ്ട്. താഴോട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. രണ്ട് സൈഡും മറ്റേ ചെടി ഇപ്പൊ ഇതേപോലെ പനകള് വള്ളിച്ചെടിയൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു കഥകളി പോയി കണ്ടിട്ട് വരാം. സൺഡേ ഇവിടെ റോഡ് സൈഡില് പണ്ടത്തെ നമ്മുടെ കേരള തനിമ ഉണർത്തുന്ന ഒരു കഥകളി രൂപങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാനായിട്ട് ഭയങ്കര രസമാണ്, ബ്യൂട്ടിഫുൾ. അവരിതാ കഥകളി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സൈഡിൽ രണ്ടാൾക്കാർ ചെണ്ടയും എല്ലാം കൊട്ടിക്കൊണ്ടൊക്കെ നിൽക്കുന്നല്ലേ. ആ കഥകളി രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചതിന്റെ സൈഡിൽ കൂടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ നമ്മളത് താഴോട്ട് ഇറങ്ങി പോവുകയാണ്. വന്ന് കയറുന്നത് ഇവിടെ ഒരു റോഡിലാണ്. നമ്മൾ ആ മോളിൽ വേണ്ട റോഡാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഇതിലേ പോ. അത് നിങ്ങളുടെ ഓരോരുത്തരും ചോയ്സാണ്. ഇവിടെയൊക്കെ റീൽസ് ഒക്കെ എടുക്കാനായിട്ട് പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. റോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്നതും അങ്ങനെയായിട്ടുള്ള റീൽസ് ഒക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. നമ്മളങ്ങനെ അവിടെ നിന്ന് മുകളിൽ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ ഒരു ചെറിയൊരു കൂടുണ്ട്. കിളികളുടെ കൂട് കാണിച്ചിട്ടുണ്ട്. താഴെ ചെല്ലുമ്പോഴത്തേക്ക് ഇതിന്റെ നേരെ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു കൂടുണ്ട്. ഇവിടെയൊക്കെ അവര് ഒരുപാട് പച്ചപ്പൊക്കെ നട്ടുപിടിപ്പിച്ച് നല്ല അടിപൊളി സൗന്ദര്യമാക്കിയിട്ടുണ്ട്. കണ്ടതാണ് ഞാൻ പറഞ്ഞ കൂട്. കിളിയാണ് അവിടെ, അതിനകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ, മുയല് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ആ കൂട്. അതിനകത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. മുയലുണ്ട്, മുയൽ. ശരി തന്നെ, ഒരുപാട് മുയൽ കിടപ്പുണ്ട്. ക്യാമറയിൽ പെട്ടെന്ന് കാണാൻ പറ്റൂല. ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒരുപാട് മുയലുകൾ അതിനകത്തുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. പ്രാവും ഉണ്ട്. പിന്നെ അവര് ചെറിയൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് അതിനകത്ത് ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൊള്ളാല്ലേ, മൊത്തത്തില് നല്ല രസമുണ്ട് കാണാനായിട്ട്. കൊള്ളാം, നൈസ്. ഇവിടെ നമ്മള് ഈ കൂട്ടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പം പല വെറൈറ്റി മാങ്ങകളും മാവുകളും നിറയെ നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ കാണുമ്പോ തന്നെ നമുക്ക് വലിയൊരു പണ്ട് മുതലേ അതങ്ങനെയാണ്. പ്രത്യേകിച്ച് മലയാളിയെ കാണുന്നത് ഉപ്പൊക്കെ ഇട്ട് തിന്നുമ്പോഴത്തേക്ക് അതൊരു വേറൊരു ഫീലാണ്. കാണാനായിട്ട് ഭയങ്കര വിഷയം കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ വന്നിരിക്കുക കാണാനാണ് നല്ല. നമ്മളിങ്ങനെ ഈ ഡാമിന്റെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ ആരോ രണ്ടുപേരും അവിടെ ഒളിച്ചിരിക്കും പോലെ ഒന്ന് തോന്നിയായിരുന്നു. നമുക്കതാരാണെന്ന് നോക്കാം. ഗായ്സ്, ഇതാണ് അവര്. എന്തുണ്ട് അവിടെ? അവരെന്തോ പണിയില്ല, എന്തോ പണി? പാറ അടിച്ചു പൊട്ടിക്കുന്ന എന്തോ തിരക്കിലാണെന്ന്. അല്ല, എന്തോ പൈപ്പ് കുത്തി ചാത്ത് വെക്കുന്നു, എന്തോ ചെയ്യുകയാണ്. എന്തോ അങ്ങനെ കണ്ട നമ്മുടെ ഡാമിന്റെ ഈ സൈഡിൽ കൂടെ നടന്ന് വശത്തോടെ നടന്നു വരുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് വെള്ളം ഒഴുകി പോകുന്നത് കാണാൻ പറ്റും. കാണുമ്പം നിസ്സാരം, വെറുതെ വെള്ളം ഒഴുകി പോകുന്നത് വിചാരിക്കും. പക്ഷെ നമ്മൾ താഴെ ചെല്ലുമ്പോഴത്തേക്ക് അതൊരു വെള്ളച്ചാട്ടമായിട്ട്, ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമായിട്ട് മാറുന്ന നമുക്ക് കാണാൻ പറ്റും. ആ വിഷയം നമ്മൾ താഴെ ചെന്നിട്ട് കാണിച്ചു തരാം. അതെ, വാ, വെരി ബ്യൂട്ടിഫുൾ. നമ്മളിവിടെ നിന്ന് ആ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴത്തേക്കും വെള്ളം തെറിച്ച് വരുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര കാറ്റും തണുപ്പാണ്. കാരണം അവിടെ നിന്നുള്ള വെള്ളത്തിന്റെ ഒരു പിക്ചർ പോലെ അടിക്കുന്നുണ്ട്. വെള്ളം ഭയങ്കര സ്മെല്ലാണ്, ബാഡ് സ്മെല്ലാണ്. വെള്ളം അത്ര കൊള്ളത്തില്ല. അപ്പൊ അതിന്റെ ആ ഒരു പിക്ചർ ഒന്ന് അടിച്ച് ഭയങ്കര തണുപ്പാണ്. തണുപ്പും ഒരു ചെറിയ കാറ്റ്, ചെറിയ നാറ്റമുണ്ട്. വെള്ളത്തിന്റെ പവറിലാണോ എന്ന് പറഞ്ഞിട്ട് ചെറിയ പൊരിയണി ഇല എന്ന് പറയണ അല്ലേ, ഇലയൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെ താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയുടെ മനോഹരമായിട്ടുള്ള ഒരു ഗുജറാത്തി ഗുജറാത്തികളുടെ ഡ്രസ്സും ഡാൻസിന്റെ ആ ഒരു രൂപം. അല്ല, എനിക്കൊന്ന് വെയിലായതുകൊണ്ട് മോളി കൂടെ മറ്റേ മഴ പെയ്യുന്ന സമയത്ത് നനയില്ല, സിമെന്റിൽ ഉണ്ടാക്കിയത്. അങ്ങനെ വലിയ നോക്കാൻ കൊണ്ട് നടക്കാം. ഇതേപോലെ കുറെ ചെടികൾ നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനല് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അല്ലേ, നമ്മള് മുകളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ആ
ഒരു നിസ്സാരമായി കണ്ട വെള്ളം ഒഴുകി പോകുന്ന ഒരു സാധനം നമ്മൾ കണ്ടില്ല. അത് ഇവിടെ വരുമ്പോ ആർട്ടിഫിഷ്യൽ ആയിട്ട് അവർ ചെയ്ത് വെച്ചേക്കുന്നതാണെങ്കിലും സംഭവം അടിപൊളിയാണ്. വർത്താണ്. ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളമൊക്കെ ഒഴുകി വരുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മളൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അവിടെ ചെറിയൊരു പാലമൊക്കെ ഉണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. രണ്ട് സൈഡിലും ഗൈസ് അങ്ങനെ നമ്മളിപ്പോ തിരുവനന്തപുരം നെയ്യാർ ഡാമിന്റെ കറക്റ്റ് മുന്നിലാണ് നിൽക്കുന്നത്. വെള്ളമില്ല, വെള്ളം വളരെ കുറവാണ്. ഒരു ഷട്ടറും ഓപ്പൺ അല്ല. ഇപ്പൊ ഓപ്പൺ ആയിരുന്നുവെങ്കിൽ കാണാൻ കുറച്ചുകൂടെ ഭയങ്കര രസമായിരുന്നു. എങ്കിൽ കാണായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് എന്ത് കാണായിരുന്നു, അടിപൊളിയായിരുന്നു. ഡാമിന്റെ സൈഡിൽ കൂടെ കുറെ മറ്റേ പടവുകളൊക്കെ കല്ലൊക്കെ വിരിച്ച നല്ല അടിപൊളി പാതയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ കുറെ സ്റ്റെപ്പൊക്കെ അവർ കെട്ടിയിട്ടുണ്ട്. ഇവിടെ വന്ന് വൈകുന്നേരം വന്നിരുന്നു കഴിഞ്ഞാൽ അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ചായയൊക്കെ കുടിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇവിടെ ചായക്കടയും ഇല്ല, ചായ പോയി വാങ്ങിച്ചിട്ടുണ്ടോ? വെള്ളവും ഇല്ല. കാഴ്ചക്ക് ഇവിടെ വെള്ളം ഇല്ലാത്ത നമ്മുടെ ഇന്ത്യയുടെ അശോക സ്തംഭത്തിന്റെ ഒരു രൂപം അവർ അവിടെ മണ്ണിൽ സ്തൂപം അത് തന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ മണ്ണൊക്കെ കയറി ചവറൊക്കെ വീണ് വൃത്തികേടായിട്ട് കിടക്കുന്നു. അതൊക്കെ വൃത്തിയാക്കി എടുത്തെങ്കിൽ കുറച്ച് രസമായിരുന്നു. ഇത് മനോഹരമായിട്ടുള്ളൊരു വഴിയാണ്. ഇതിലൊക്കെ റീലൊക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ്. അതെ, രണ്ട് സൈഡും പനയും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അവർ. ശ്രീരാജേ, ഈ കലാസൃഷ്ടികൾ കൊണ്ടും ചെറിയ ചെറിയ പ്രതിമകളും കലാവർക്കുകളും കൊണ്ടും മൊത്തം ഈ നേടം വളരെ സുന്ദരമാണ്. നമ്മൾ ഈ നടക്കുന്ന ഈ വഴിയാണെങ്കിൽ പോലും ഭയങ്കര രസമാണ്. മാങ്ങ ഇവിടെ നിറയെ വെറൈറ്റി ചെറിയ സൈസ് മാങ്ങ, കുഞ്ഞു മാങ്ങ, വലിയ മാങ്ങ, നിറയെ മാങ്ങ ഒക്കെ നിൽപ്പുണ്ട്. നല്ല രസമുണ്ടല്ലേ ഗൈസ്. അപ്പൊ നമ്മള് തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടു. വളരെ മനോഹരമാണ് അല്ലേ ശ്രീരാജ്? വളരെ മനോഹരമായിട്ടുള്ളൊരു ഡാമാണ്. അതെ, തിരുവനന്തപുരത്ത് ആകെ 3 ഡാമുണ്ട്. അതിലെ ഒരു ഡാമാണ് പ്രധാനപ്പെട്ട ഒരു ഡാമാണ് ഇത്. ഒരുപാട് സന്ദർശകരൊക്കെ വരുന്ന ഡാമാണ്. ഒരു നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ഡാമിനകത്ത് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞു പിള്ളേർക്കും എല്ലാം ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു ഡാമാണ്. അതെ, ഒരു വൺ ഡേ ട്രിപ്പിന് കുറച്ച് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക, ബെൽ ഐക്കൺ സപ്പോർട്ട് ചെയ്യുക. അതെ, ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.